ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ ഒരു ഹോം മെയ്ഡ് ന്യൂട്ടല്ലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾക്കെല്ലാം ന്യൂട്ടല്ല വളരെ ഇഷ്ടമാണ്. എന്നാൽ നമുക്കത് എപ്പോഴും വാങ്ങിച്ചു കൊടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ന്യൂട്ടല്ല വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. സാധാരണയായി ന്യൂട്ടല്ല ഹാസൽനട്ട്സ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഹാസൽനട്ട്സ് എപ്പോഴും നമ്മളെ വീട്ടിലൊന്നും അവൈലബിൾ ആയിരിക്കില്ല. നമ്മളത് വാങ്ങിച്ച് വെക്കത്തൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പീനട്ട്സ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നിലക്കടല, നമ്മുടെ സാധാരണ നിലക്കടല ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നിലക്കടലയാകുമ്പോൾ നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ടതാണ്. ഇതിന് നമ്മുടെ ന്യൂട്ടല്ലയുടെ സെയിം ടേസ്റ്റ് ആയിരിക്കില്ല, കുറച്ച് വ്യത്യാസം ഉണ്ടാവും. കാരണം നമ്മൾ ഹാസൽനട്ട്സിന് പകരം നിലക്കടലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. എന്നാലും കുഴപ്പമൊന്നുമില്ല, കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്നതാണ്. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 1 കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട്. തൊലിയോട് കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വറുത്ത് കഴിഞ്ഞാൽ തൊലി കളയാവുന്നതാണ്. 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, 4 ടേബിൾ സ്പൂൺ ഷുഗർ, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 പിഞ്ച് ഉപ്പ് എന്നിവയാണ് വേണ്ടത്. ഇനി നമുക്ക് ആദ്യം തന്നെ നിലക്കടല ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വച്ചിരുന്ന നിലക്കടല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുക്കുക. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. കടലയുടെ കളറെല്ലാം മാറണം, നന്നായിട്ട് വറുക്കുക. കടലയെല്ലാം ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ചൂടാറിയിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞു വെക്കാവുന്നതാണ്. ഞാനിവിടെ ഓൾമോസ്റ്റ് കടലയെല്ലാം തൊലി ഉരിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തൊലിയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ എടുത്ത് വച്ചിരുന്ന 4 ടേബിൾ സ്പൂൺ ഷുഗർ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ ആ പഞ്ചസാര മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാനേ പാടില്ല. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വച്ചിരുന്ന നിലക്കടലയും കൊക്കോ പൗഡറും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ആദ്യം പൾസ് മോഡിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. എന്നിട്ട് വേണം മിക്സി സ്പീഡ് കൂട്ടിയിട്ട് അടിച്ചെടുക്കാൻ. ഇതിവിടെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. പഞ്ചസാരയിലും നിലക്കടലയിലും വെള്ളമൊക്കെ തന്നെയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വച്ചിരുന്ന ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടെങ്കിലും ഫുള്ള് ഒഴിക്കണം എന്നില്ല. നോക്കിയിട്ട് അടിച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഒഴിച്ചാൽ മതി. 1 ടീസ്പൂൺ വാനില എസൻസ്. ഇനി ഇത് എല്ലാം കൂടെ ഒരു 2 മിനിറ്റ് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. ന്യൂട്ടല്ല അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ന്യൂട്ടല്ല അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക.